എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. അവർക്ക് നേരെ വരട്ടെ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. എന്തായാലും എവിടെ പോലും സ്റ്റാറ്റസ് ഇടും. ആരെങ്കിലും ഒരാൾ അവരെ അറിയിക്കേണ്ടവരുണ്ടല്ലോ. എന്റെ സ്റ്റാറ്റസ് എല്ലാരും കാണും. 300 പേരെങ്കിലും എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണാം. അത് എനിക്കറിയത്തില്ല എങ്ങനെയാണ്. 300 പേരോളം കാണാറുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. ഏതേലും ഒരുത്തരെ അറിയിക്കല്ലോ. ഈ ബീവി, ഷെഫീന ബീവി, അബ്ദുൽ വ്ലോഗറും ഇവന്മാരൊക്കെ അവർക്ക് നേരെ വരട്ടെ. ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ. ഒരു വീട്ടിൽ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ഇത്രയും പറയട്ടെ. ധൈര്യം ഉണ്ടെന്ന് പറയാം. ഭയങ്കരമായ ആള്. ഒരു ഫോണിനകത്തിരുന്നിട്ട് ഞാൻ വെച്ചല്ല കാര്യം. വെല്ലുവിളി തന്നെ. നേരത്തെ തന്നെ വരട്ടെ. ഞാൻ വീട്ടിൽ കസാര ഇട്ടിരിക്കാം. ഇവരെല്ലാം വന്ന് ഈ പറയുന്നവരെല്ലാം എന്റെ മുമ്പിൽ വന്നിരുന്ന് പറയട്ടെ. നീ ചീറ്റയുള്ളൂ, കൊത്തത്തില്ല. എടി നിന്റെ വീട്ടിൽ വന്ന നീ എന്ത് മുട്ടയിടുമെന്നാണ് എടി നീ പറയുന്നത്? നീ ആര്? കോട്ടയം കുണ്ടിയാ? നീ കോട്ടയത്താണല്ലോ ഈ എല്ലാ ശവപ്പറമ്പും ഉള്ളത്. നാണയില്ലേ സ്ത്രീയെ? ഒരല്പ ഉളുപ്പ്. എടി നിനക്കെന്തടി? നീ ഇങ്ങോട്ട് വാടി. അയ്യോ അത് വേണ്ട. നീ തിരുവനന്തപുരത്തോട്ട് നിന്ന കാലക്കടി ചെവിടടിച്ച് ഞാൻ പൊടിക്കും. അവളെ വീട്ടിലോട്ട് നീ പെട്രോളിൽ കാശ് ചെയ്തൂടി നാറി. സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല. അവളെന്തിനാണ് വീണ്ടും വീണ്ടും നമ്മുടെ പേര് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എടി നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നു. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിന്റെ കയ്യിൽ അണ്ണാക്കി പിരിവെട്ടി. എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. ഗർഭാലസിപ്പിക്കുക, തോന്നിവാസം കാണിച്ചുകൊണ്ട് നടക്കുക, കൊച്ചിനെ നോക്കാതിരിക്കുക, കൊച്ചിന്റെ കഴുത്ത് മുറിയുക, ഇത്യാദി കാര്യങ്ങൾക്കൊന്നും നിനക്ക് ഉത്തരവില്ല. പകരം ആ വീട് തന്നവനെ തെറി വിളിക്കുക, വീട് വെച്ച് തന്നവനെ തെറി വിളിക്കുക, പറമ്പ് തന്നവനെ തെറി വിളിക്കുക, അയാൾക്ക് തന്തയ്ക്കും തളയ്ക്കും മുത്തിക്കും വിളിക്കുക, അയാളുടെ പറമ്പിൽ ഫ്രീക്ക് അയാൾ കൊടുത്ത പറമ്പിനകത്ത് കയറിയിരുന്ന് അയാളെ വിഷപ്പാമെന്ന് വിളിക്കുക. ഇവന്റെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിലേ ആത്മഹത്യ തന്നെ 3 പ്രാവശ്യം. അമ്മാതിരി പേക്കൂത്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് പിന്നെ ഇരുന്ന് മുറുമുറുക്കുന്ന ഇവളെ എന്തോ ചെയ്യണ്ടേ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ